വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഞാനിതിന് മുന്നൊരു വീഡിയോ ചെയ്തിന്, പക്ഷെ ഫുള്ളാക്കാൻ പറ്റിയില്ലേനി. അപ്പം ഇന്ന് എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്താ ഇപ്പം സമയം ഒരു 6 മണിക്കായിട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മണിക്കായപ്പം എണീറ്റിക്കണം കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കാൻ പറ്റിയത്. അപ്പം ഇന്നെന്താ മുറ്റടിച്ചണം, ചായ ഉണ്ടാക്കണം, പിന്നെന്താ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാനും ഇമ്മച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കേട്ടോ. പിന്നെ ഹിമാലയത്തിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ല്, അതായത് ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിനി. ഫേസ് ജെല്ലാണ് കേട്ടോ. മോയ്സ്ചറൈസറുമാണ്, ഫേസ് ജെല്ലുമാണ്. ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷായി വന്നിട്ടോ. ഫ്രഷായി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടോ. ഇതിനിടയിൽ വീഡിയോയിൽ കണക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ, സിറ്റൗട്ട് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ അടിച്ചുവാരലൊക്കെ കഴിക്കുകയാണ്. നമുക്ക് രാവിലെ തന്നെ അടിച്ചുവാരലൊക്കെ കഴിച്ചാൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാൽ പിന്നെ ഒന്നും ടെൻഷൻ ആവാമല്ലേ. വൃത്തിയാക്കിയിട്ടാൽ വീട് ആദ്യം വൃത്തിയാക്കിയിട്ടാണല്ലേ നമ്മൾ രാവിലെ തന്നെ. അങ്ങനെ സോഫയൊക്കെ റെഡിയാക്കി വിരിച്ചിടുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അടിച്ചു വരിയപ്പോൾ ഇക്കാൻ്റെ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയേനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്ത് പൊന്തിച്ച് നോക്കിയാലോ വിചാരിച്ച് അങ്ങനെ പൊന്തിച്ച് നോക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ചൂലൊക്കെ അവിടെ ഇട്ട് കേട്ടോ. ചൂലൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ കട്ടെടുത്ത് പൊന്തിച്ച് നോക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മക്കളെ കട്ട. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. ഒന്നുകൂടി എടുത്ത് വെയിറ്റ് പൊന്തിച്ച് നോക്കി, അതിലും വലിയ വെയിറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ജിമ്മും കട്ടയൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ മക്കളെ. അപ്പോൾ കാറിൻ്റെ മുകളിൽ കൂടെ നല്ല പച്ചപ്പിൽ മണി പ്ലാന്റ് പടർന്ന് വന്നിക്കണം. അപ്പം നിങ്ങൾക്കും കൂടി ആൻസർ വിചാരിച്ചിട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചപ്പിൽ. ഞങ്ങളെ ഫ്രണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മാന്തോളി നാരങ്ങൻ്റെ മരം ഉണ്ട് കേട്ടോ. നല്ല ഇതിൽ ഉണ്ടായി വന്നേനി. ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഉഷാറൊക്കെ ഒന്ന് പോയിട്ടോ. പിന്നെ ഈ സൈഡിൽ ഒരു ചിക്കുണ്ട്. ചിക്കു സപ്പോട്ട ഒക്കെ പറയട്ടോ. ഇവിടെയൊക്കെ ചിക്കു എന്നാണ് പറയുക. നിങ്ങളെ നാട്ടിലൊക്കെ ഏതാണ് പറയേണ്ടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിറച്ച് ചിക്കു ഉണ്ടായിരിക്കണം. പക്ഷെ ആവിലിൻ്റെ അത് ഉണ്ടായതുകൊണ്ട് ആവിൽ കഴിച്ചു വേണ്ട ഇടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടൽ കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഇതാണ് കേട്ടോ. പച്ചപ്പുള്ള പ്ലേസാണ്. ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും ഫോട്ടോസ് എടുക്കൽ ഈ ചിക്കുവിൻ്റെ ചോട്ടുന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പച്ചപ്പ് ഇങ്ങനെ ഏത് ഭാഗത്തേക്കാന്നൊക്കെ നോക്കിയേനെ കേട്ടോ ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് തന്നെ ഈ ചിക്കുവിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു സീതപ്പായത്തിൻ്റെ മരമുണ്ട് കേട്ടോ. സീതപ്പായം ഇതേപോലെ ആവിൽ ഇതാക്കണോണ്ട് ഞങ്ങൾക്ക് കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോൾ 2-3 സീതപ്പായത്തിൻ്റെ കായ ഉണ്ട് കേട്ടോ അതിന്മേൽ. അപ്പോൾ ഞാൻ സീതപ്പായത്തിൻ്റെ കായൊക്കെ പറിച്ചാനായിക്കണമെന്നൊക്കെ അങ്ങനെ നോക്കി ആ ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഫ്രണ്ടിൽ തന്നെ വരികയാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് നോക്കി ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതുമ്മ ഉണ്ടാവണ കായ് കഴിച്ചിട്ട് അത് പിന്നെ പുളിയുള്ള സാധനം കഴിച്ചാലും നമുക്ക് മധുരാവണ ഒരു സാധനമാണ്. എനിക്ക് അതിൻ്റെ പേര് ഞങ്ങളോട് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മക്കളെ ഞങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി ആ സാധനത്തിൻ്റെ പേരെന്താണെന്ന്. പിന്നെ കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കണേ. അപ്പോൾ ഞാൻ ബാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വിളിച്ചേനി. അപ്പോൾ ഐറ്റങ്ങളെ വൈക്കാണ്ട് പോയിട്ടോ. അപ്പോൾ ഐറ്റങ്ങളെ അപ്പുറത്തെ തൊടിയിൽ പുല്ലുന്നാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓലൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ നമ്മളെ പണി അങ്ങോട്ട് എടുക്കട്ടെ വിചാരിച്ച് നേരെ തിരുമ്പാൻ പോയിട്ടോ. അവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല, കല്ലുമ്മ തന്നെയാണ് കേട്ടോ തിരുമ്പലൊക്കെ. അപ്പോൾ ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ തോരയിടാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ അകം കൂടി അങ്ങ് തുടക്കാൻ വിചാരിച്ച് പിന്നെ സിറ്റൗട്ടൊക്കെ അങ്ങ് തുടച്ചെടുക്കുകയാണ് കേട്ടോ. സിറ്റൗട്ടൊക്കെ അങ്ങ് തുടക്കൽ കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. ഞാനൊരു ബാർലിൻ്റെ ഫേഷ്യലൊക്കെ ചെയ്തിട്ടോ. ബാർലിൻ്റെ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കയറി നോക്കിയാൽ മതിട്ടോ മക്കളെ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ റൂമിലെത്തി റൂമൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടതേനി. അപ്പോൾ വിരിച്ചിട്ടൊന്നും ഇല്ലേന് കേട്ടോ. അപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ വിചാരിച്ച് തലക്കണി ചോറൊക്കെ നേരാക്കി ഇടാണ് കേട്ടോ. അങ്ങനെ റൂമിക്ക് കുറച്ച് വെളിച്ചമൊക്കെ വന്നോട്ടെ വിചാരിച്ച് കർട്ടനൊക്കെ അങ്ങ് പൊക്കി വെക്കാണ്. ഒരു വായുസഞ്ചാരം ഉണ്ടായാൽ തന്നെ നമുക്കൊരു റൂമൊക്കെ നല്ലൊരിതാണ് അല്ലേ, ഇരിക്കാനൊക്കെ ഒരിതാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ എടുത്ത് യൂട്യൂബൊക്കെ കാണാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിന് മക്കളെ. അങ്ങനെ അതൊക്കെ എഡിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. ഞാനും പാത്തും പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തൊക്കെ പോയി വന്നിട്ടോ. ഞാനും പാത്തും പുറത്ത് പോയി. ഞങ്ങളങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയത്, എൻ്റെ കരിമ്പ് ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു. നല്ല വെയിലാണ് കേട്ടോ. രാവിലെ ഇതുണ്ടായിന്, മഴൻ്റെ ഒരു ഇതുണ്ടായിന്, പിന്നെ വെയിലായിട്ടോ. ഇനി ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.
ഇനി എന്താ ഫുഡ് കഴിക്കണം, ഒന്ന് ഉറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ രാവിലത്തെ മോർണിംഗ് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഉച്ചവരെയായിട്ടോ. പിന്നെ രാവിലത്തെ എന്താ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇവിടെ അകത്ത് ലൈറ്റ് വെളിച്ചം കുറവായതുകൊണ്ടാണ് എന്താ ഉള്ളിലെ വീഡിയോസ് കുറവ്. അതാണ് ഞാൻ കൂടുതൽ പുറത്തുനിന്നുള്ള വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എന്താ വ്ളോഗിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും, സംസാരത്തിൽ കാര്യത്തിലൊക്കെ. അപ്പോൾ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വരാം. ബൈ, സി യു.